بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى. വചനം 6. അസ്കിനൂഹുന്ന, നിങ്ങൾ അവരെ താമസിപ്പിക്കുവീൻ, പാർപ്പിക്കുവീൻ. മിൻ ഹൈഥു സകൻതും, നിങ്ങൾ താമസിക്കുന്നതിൽപ്പെട്ട സ്ഥലത്ത്. മിൻ വുജ്ദിക്കും, അതായത് നിങ്ങളുടെ കഴിവിൽപ്പെട്ട, നിവൃത്തിയിൽപ്പെട്ട. വലാ തുലാറൂഹുന്ന, അവരോട് നിങ്ങൾ ഉപദ്രവം പ്രവർത്തിക്കരുത്, ഉപദ്രവ നയം കാട്ടരുത്. ലിതുളയ്യഖൂ, നിങ്ങൾ ഇടുക്കം ഉണ്ടാക്കുവാൻ, ഞെരുക്കം ഉണ്ടാക്കുവാൻ, കുടുക്കം ഉണ്ടാക്കുവാൻ. അലൈഹിന്ന, അവരുടെ മേൽ. വഇൻ കുന്ന, അവരാണെങ്കിൽ. ഊലാതി ഹംലിൻ, ഗർഭവതികൾ. ഫഅൻഫിഖൂ, എന്നാൽ ചിലവഴിക്കുവീൻ, ചിലവു കൊടുക്കണം. അലൈഹിന്ന, അവർക്ക്. ഹത്താ യദഅന, അവർ പ്രസവിക്കുന്നതുവരെ. ഹംലഹുന്ന, അവരുടെ ഗർഭം. ഫഇൻ അർദഅന, ഇനി അവർ മുല കൊടുത്തെങ്കിൽ, എന്നിട്ട് അവർ മുലപ്പാൽ കൊടുത്തെങ്കിൽ. ലക്കും, നിങ്ങൾക്കു വേണ്ടി. ഫആതൂഹുന്ന, എന്നാൽ അവർക്ക് കൊടുക്കുവീൻ. ഉജൂറഹുന്ന, അവരുടെ പ്രതിഫലങ്ങൾ. വഇത്തമിറു, നിങ്ങൾ കാര്യാലോചന നടത്തുകയും ചെയ്യുവിൻ. ബൈനക്കും, നിങ്ങൾക്കിടയിൽ, തമ്മിൽ. ബിമഅറൂഫിൻ, സദാചാരം അനുസരിച്ച്, മര്യാദ അനുസരിച്ച്, നല്ല വഴക്കം അനുസരിച്ച്. വഇൻ തആസർതും, നിങ്ങൾ അന്യോന്യം ഞെരുക്കം കാട്ടിയാൽ, പ്രകടിപ്പിച്ചാൽ. ഫസതുർലിഉ, അപ്പോൾ മുല കൊടുത്തേക്കാം, മുല കൊടുക്കണം. ലഹു, അവനുവേണ്ടി. ഉഖ്റ, മറ്റൊരുവൾ. നിങ്ങൾ താമസിക്കുന്നിടത്തിൽപ്പെട്ട, അതായത് നിങ്ങളുടെ കഴിവിൽപ്പെട്ട ഒരു സ്ഥലത്തു നിങ്ങൾ അവരെ താമസിപ്പിക്കുവിൻ. അവരുടെ മേൽ ഇടുക്കം, ഞെരുക്കം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ അവരോട് ഉപദ്രവം പ്രവർത്തിക്കരുത്. അവർ ഗർഭവതികളാണെങ്കിൽ അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കുന്നതുവരേക്കും നിങ്ങൾ അവർക്കു ചെലവ് കൊടുക്കുകയും ചെയ്യണം. ഇനി അവർ നിങ്ങൾക്കു വേണ്ടി കുട്ടിക്ക് മുല കൊടുക്കുന്ന പക്ഷം നിങ്ങൾ അവർക്കു അവരുടെ പ്രതിഫലം കൊടുക്കണം. സദാചാരമര്യാദ പ്രകാരം നിങ്ങൾ തമ്മിൽ കാര്യാലോചന നടത്തുകയും ചെയ്യുവിൻ. നിങ്ങൾ അന്യോന്യം ഞെരുക്കം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ അവനു ഭർത്താവിനു വേണ്ടി വേറൊരുവൾ കുട്ടിക്ക് മുല കൊടുത്തേക്കാവുന്നതാണ്. لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. വചനം 7.
ലിയുംഫിഖ് ചിലവഴിക്കട്ടെ, ദൂ സഅത്തിൻ നിവൃത്തിയുള്ളവൻ, മിൻ സഅതിഹി അവന്റെ നിവൃത്തിയിൽ നിന്ന്, വമൻ യാതുവൻ, ഖുദിറ അലൈഹി അവന്റെ മേൽ കണക്കാക്കപ്പെട്ടു എന്നാൽ, കുടുസാക്കപ്പെട്ടു എന്നാൽ, റിസ്ഖുഹു അവന്റെ ആഹാരം ഉപജീവനം, ഫൽയുംഫിഖ് എന്നാൽ അവൻ ചിലവഴിക്കട്ടെ, മിമ്മ ആറ്റാഹു അവനു നൽകിയതിൽ നിന്ന്, അല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു അല്ലാഹു ശാസിക്കുകയില്ല, കീർത്തിക്കുകയില്ല, വിഷമിപ്പിക്കുകയില്ല, നഫ്സൻ ഒരു ദേഹത്തോടും ഒരാളെയും ഒരു ആത്മാവിനെയും, ഇല്ലാമ ആറ്റാഹ അതിന് അവൻ നൽകിയതല്ലാതെ, നൽകിയതനുസരിച്ചല്ലാതെ, സയജ്അലുല്ലാഹു അല്ലാഹു വഴിയെ ഉണ്ടാക്കും, ആക്കിയേക്കും, ബഅദ ഉസ്രിൻ ഒരു ഞെരുക്കത്തിനു ശേഷം, പ്രയാസത്തിനു ശേഷം, യുസ്റ ഒരു എളുപ്പം, സൗകര്യം. നിവൃത്തിയുള്ളവൻ തന്റെ നിവൃത്തിയിൽ നിന്നും ചിലവഴിച്ചു കൊള്ളട്ടെ. യാതൊരുവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ തനിക്കു അല്ലാഹു നൽകിയതിൽ നിന്നും ചിലവഴിച്ചു കൊള്ളട്ടെ. ഒരു ദേഹത്തോടും ആളോടും അല്ലാഹു അതിന് നൽകിയതല്ലാതെ ചിലവാക്കുവാൻ അവൻ ശാസിക്കുകയില്ല. ഒരു പ്രയാസത്തിന് ശേഷം അല്ലാഹു വല്ല എളുപ്പവും ഏർപ്പെടുത്തി കൊടുത്തേക്കുന്നതാണ്. وَكَأَيِّن مِّن قَرْيَةٍ عَتَتْ عَنْ أَمْرِ رَبِّهَا وَرُسُلِهِ فحاسبناها حسابا شديدا وعذبناها عذابا نكرا. വചനം 8. വകഅയ്യിൻ എത്രയോ, എത്രയാണ്, മിൻ ഖറിയത്തിൻ രാജ്യമായിട്ട്, രാജ്യത്തിൽ നിന്ന്, അഅതത് അത് ധിക്കരിച്ചു, അതിരുകടന്നു, അതിലംഘിച്ചു, അൻ അംരി കൽപ്പന വിട്ട്, റബ്ബിഹ അതിന്റെ റബ്ബിന്റെ, വറുസുലിഹി അവന്റെ റസൂലുകളുടെയും, ഫഹാസബ്നാഹ അതിനാൽ നാം അതിനെ വിചാരണ നടത്തി, കണക്ക് നോക്കൽ നടത്തി, ഹിസാബൻ ഒരു വിചാരണ, കണക്ക് നോക്കൽ, ശദീദൻ കഠിനമായ, വഅദ്ദബ്നാഹ അതിനെ നാം ശിക്ഷിക്കുകയും ചെയ്തു, അദാബൻ നുക്ര വെറുക്കപ്പെട്ട ശിക്ഷ, നികൃഷ്ടമായ, വഷളായ, കടുത്ത ശിക്ഷ. എത്രയോ രാജ്യം, രാജ്യക്കാർ അതിന്റെ റബ്ബിന്റെയും അവന്റെ റസൂലുകളുടെയും കൽപ്പന ധിക്കരിച്ചു കളഞ്ഞു. അതിനാൽ നാം അവയെ കഠിനമായ കണക്കുവിചാരണ നടത്തുകയും നികൃഷ്ടമായ കടുത്ത ശിക്ഷ ശിക്ഷിക്കുകയും ചെയ്തു. 6-7 വചനങ്ങളുടെ വിശദീകരണം. സാരം: വിവാഹമോചനം അഥവാ ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഇദ്ദാകാലം കഴിയുന്നതുവരെ ഭർത്താവ് പാർപ്പിടം നൽകേണ്ടതാണ്. അവന്റെ വസതികളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരേ വസതി മാത്രമാണുള്ളതെങ്കിൽ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതിന്റെ ഒരു വശത്ത് അവളെ താമസിക്കണം. വീട്ടിന്റെ നിലവാരവും തോതും കണക്കാക്കുന്നത് അവനവന്റെ സ്ഥിതിയും കഴിവുമനുസരിച്ചു മാത്രമായിരിക്കും. ഏതെങ്കിലും വിധേന അവളെ സ്വൈരം കെടുത്തുവാനോ വിഷമിപ്പിക്കുവാനോ പാടുള്ളതല്ല. അവളെ ശല്യപ്പെടുത്തുമാറുള്ള പെരുമാറ്റവും പാടില്ല. അവൾ ഗർഭവതിയാണെന്ന് കണ്ടാൽ പ്രസവം കഴിയുന്നതുവരെ അവളുടെ ചിലവ് നടത്തുകയും വേണം. പ്രസവാനന്തരം കുട്ടിക്ക് അവൾ തന്നെ മുല കൊടുക്കുന്ന പക്ഷം, അഥവാ അതാണ് വേണ്ടതും, മുലകുടി മാറ്റുന്നതുവരേക്കും അവൾക്ക് തക്കതായ പ്രതിഫലവും നൽകേണ്ടതുണ്ട്. പ്രതിഫലം എന്തായിരിക്കണമെന്നും അവൾക്ക് തന്നെ അത് നിർവഹിക്കാമോ എന്നും മറ്റും ഇരുഭാഗക്കാരും അന്യോന്യം കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതാകുന്നു. കുട്ടിക്കോ അവൾക്കോ അവനോ പ്രത്യേക വിഷമമൊന്നും ഏർപ്പെടാത്ത വിധം തീരുമാനമെടുക്കണം. ഇനി
അവൾ മുലകൊടുക്കുന്നത് ഏതെങ്കിലും വിധേന വിഷമകരമാണെന്ന് കാണുന്ന പക്ഷം വേറെ സ്ത്രീകളെ മുലകൊടുക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്യാം. വിരോധമില്ല. ഏതായാലും ചിലവ് കൊടുക്കുന്നതിലും പ്രതിഫലം നൽകുന്നതിലും പാർപ്പിട സൗകര്യം അനുവദിക്കുന്നതിലുമെല്ലാം തന്നെ ഓരോരുത്തരുടെയും കഴിവും നിവൃത്തിമാർഗവുമാണ് പരിഗണിക്കപ്പെടേണ്ടത്. കഴിവുള്ളവർ തങ്ങളുടെ കഴിവനുസരിച്ചും കഴിവില്ലാത്തവർ താന്താങ്ങളുടെ സ്ഥിതികളനുസരിച്ചും ചിലവഴിക്കണമെന്നല്ലാതെ കഴിവിനപ്പുറം വല്ലതും ചെയ്യുവാൻ ആരോടും നിർബന്ധിക്കുവാൻ പാടില്ല എന്നൊക്കെയാണ് അള്ളാഹു ഈ വചനങ്ങളിൽ കൽപ്പിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ടും മറ്റും ഞെരുങ്ങിക്കഴിയുന്നവർ ഒരിക്കലും നിരാശപ്പെടരുതെന്നും അല്പം കഴിയുമ്പോൾ തങ്ങളുടെ നില അള്ളാഹു ഭേദപ്പെടുത്തി ആശ്വാസം നൽകുമെന്നും സൽപ്രതീക്ഷ കൈവിടരുതെന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് അവൻ വഴിയെ നന്മ കൈവരുത്തുമെന്നും അവസാനമായി സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. മടക്കിയെടുക്കാവുന്ന ത്വലാഖ്. അടിക്കുറിപ്പ്: ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിവാഹമോചനം അഥവാ ത്വലാഖ് ചെയ്യുന്നത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രാവശ്യമാണെങ്കിൽ അതിന് അത്വലാഖുർ റുജ്ഈ അഥവാ മടക്കിയെടുക്കാവുന്ന ത്വലാഖ് എന്ന് പറയപ്പെടുന്നു. അല്ലാത്ത വേർപാടുകളെല്ലാം അൽ ബാഇൻ അഥവാ മടക്കിയെടുക്കുവാൻ പാടില്ലാത്തതും ആകുന്നു. ഓരോന്നിനും അതിൻ്റെതായ ഉപാധികളും നിയമങ്ങളുമുണ്ട് താനും. വിശദീകരണം തുടരുന്നു. മടക്കിയെടുക്കാവുന്ന ത്വലാഖ് മൂലം വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് അവർ ഇദ്ദയിലിരിക്കുന്ന സമയത്ത് താമസസ്ഥലവും ഭക്ഷണച്ചെലവും ഭർത്താവ് നൽകേണ്ടതാണ് എന്നിരിക്കെ ഗർഭവതികളാണെങ്കിൽ ഗർഭം പ്രസവിക്കുന്നതുവരെ അവൾക്ക് ചെലവ് കൊടുക്കണം. വ ഇൻ കുന്ന ഊലാത്തി ഹംലിൻ ഫഅൻഫിഖു അലൈഹിന്ന ഹത്താ യളഅന ഹംലഹുന്ന. ഗർഭവതികളാണെങ്കിൽ ഗർഭം പ്രസവിക്കുന്നതുവരെ അവൾക്ക് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, സ്ത്രീ ഗർഭവതിയാണെങ്കിൽ മടക്കിയെടുക്കാവുന്ന ത്വലാഖായാലും മടക്കിയെടുക്കുവാൻ പാടില്ലാത്ത ത്വലാഖായാലും അവൾ പ്രസവിക്കുന്നതുവരെ ചിലവ് കൊടുക്കണമെന്നാണ് ഇതിന്റെ താൽപ്പര്യമെന്നത്രേ അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. 2, അതല്ല മടക്കിയെടുക്കാവുന്ന ത്വലാഖിന് വിധേയരായ സ്ത്രീകളെക്കുറിച്ച് തന്നെയാണ് ഈ പ്രസ്താവനയും. പക്ഷേ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ സാധാരണഗതിയിലുള്ള അവരുടെ ഇദ്ദാകാലം അവസാനിക്കുന്നതോടെ അവരുടെ ചിലവിന്റെ ബാധ്യത അവസാനിക്കുന്നില്ല. അവർ എപ്പോൾ പ്രസവിക്കുന്നുവോ അതുവരെ ചിലവ് കൊടുക്കണം. പ്രസവം ഒരുപക്ഷെ പിന്നെയും കുറെ കൂടി ദീർഘിച്ചേക്കാനിടയുണ്ടല്ലോ. അതാണ് ഈ വാക്യത്തിലെ സൂചന എന്നാണ് മറ്റൊരു പക്ഷം. കമാഫി ഇബ്നു കസീർ വല്ലാഹു അഅലം. ത്വലാഖിന്റെ ചില രൂപങ്ങളെപ്പറ്റി വിശദീകരിക്കുമ്പോൾ പാർപ്പിടത്തിന്റെയും ചിലവിന്റെയും വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാവുന്നതാണ്. പ്രസ്തുത അഭിപ്രായങ്ങളും ഓരോ വിഭാഗക്കാർക്കും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പറയുവാനുള്ള ന്യായങ്ങളും ഇവിടെ വിവരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. അതെല്ലാം ഫിഖ് അഥവാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അറിയേണ്ടതാകുന്നു. ഇദ്ദയിരിക്കുന്ന സ്ത്രീകൾക്ക് പാർപ്പിടവും ചിലവും നൽകുന്നത് സംബന്ധിച്ച് ഇന്ന് മുസ്ലിം സമുദായം കൈക്കൊണ്ടുവരുന്ന അലസ നയത്തെയും അതിന്റെ ഭവിഷ്യത്തിനെയും കുറിച്ച് നാം മുകളിൽ ചൂണ്ടിക്കാട്ടിയല്ലോ. ഇങ്ങനെയുള്ള ദൈവിക കൽപ്പനകളെ അതിലംഘിച്ച സമുദായങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നേരിടുന്ന അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്.